ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, തമ്പനയിൽ കണ്ട പോലെ അപ്രീസിയേഷൻ ഏത് വന്നാലും ഇത് എഴുതിക്കോളൂ സാർ. എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റും. പക്ഷെ നിങ്ങൾ മാർക്ക് നോക്കിയിട്ട് വേണം എഴുതാൻ കേട്ടോ. 4 മാർക്കാണെങ്കിൽ കുറേ വാരി വലിച്ച് എഴുതിയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ കോണ്ടന്റിലേക്ക് നമുക്ക് ഒതുക്കാൻ പറ്റും. പക്ഷേ നമുക്ക് 6 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ കുറച്ച് നീട്ടി എഴുതണ്ടേ? വേണം. ക്ലിയർ? അപ്പൊ ശ്രദ്ധിച്ച് കേട്ടോളൂ. നമ്മൾ 4 മാർക്കാണെങ്കിലും 6 മാർക്കാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ എഴുതാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണെന്ന് അറിയോ? ഒരു കോമൺ ഫോർമാറ്റ് കേട്ടോ. ഇവിടെ കവിതന്റെ പേര് എഴുതി വെക്കുക. ഫോർ എക്സാമ്പിൾ, ഫ്രണ്ട്സ്, റൊമാൻസ്, കൺട്രിമെൻ is a beautiful and wonderful poem written by the famous poet. ആരാണ് പറ? ആരാണ്? ഷേക്സ്പിയർ. കുന്തംകുലുക്കിയിലെ ഷേക്സ്പിയർ ആണ് അദ്ദേഹം. The poet has used many thoughts. ഈ കവി ഒരുപാട് ചിന്തകൾ ഉപയോഗിച്ചിട്ടുണ്ട്. And inspiring lines, പ്രചോദനം നൽകുന്ന വരികളും in this poem, ഈ കവിതയിൽ. Ready? അത് എന്തിലും എഴുതാൻ പറ്റും കേട്ടോ. ഏത് കവിത വന്നാലും എഴുതാൻ പറ്റും. So അതുകൊണ്ട് we can't shut our eyes against the good nature of this poem. ഈ കവിതയുടെ നന്മക്കെതിരെ നമ്മൾ കണ്ണടക്കാൻ പറ്റൂല. The language of the poem is highly philosophical in tone. ഈ കവിതയുടെ ഭാഷ എന്ന് പറയുന്നത് ഉയർന്ന തത്വചിന്തകൾ നിറഞ്ഞതാണ്. Moreover, it has many lines. കൂടാണ്ട് ഇതിന് ഒരുപാട് വരികളുണ്ട്. When we read, we can easily understand what the poem is saying. നമ്മളിത് വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഈ കവിത പറയുന്നത് എന്നുള്ളത് കേട്ടോ. In this nice poem, ഈ കവിതയിൽ the poet tells about, നമ്മളെ കൂടി പറഞ്ഞു വരുന്നത് കുറിച്ചാണ്, the importance of dash in it. എന്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് പറയുന്നത്? ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് അതിൽ പറയുന്നുണ്ട് അല്ലെ? ഫ്രണ്ട്ഷിപ്പും പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ക്രൂവൽറ്റിയിലെ പിന്നെ ക്രൂരതനെ കുറിച്ച്, ക്രൂരതന്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ആരാണ് ക്രൂരത ചെയ്യുന്നത്? ബ്രൂട്ടസ് ആണ് ക്രൂരത ചെയ്യുന്നത്. പിന്നെ കോൺസ്പിറേറ്റേഴ്സും ആണ് അല്ലെ? ഫ്രണ്ട്ഷിപ്പിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് പറയുന്നത്. മാർക്ക് ആന്റണിക്ക് സീസറിനോടുള്ള ഫ്രണ്ട്ഷിപ്പാണ് ഈ ഒരു തീമിൽ മൊത്തം പറയുന്നത് കേട്ടോ. He clearly shows us, ഇവിടെ നമുക്ക് അദ്ദേഹം വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട് that. എന്താണ് കാണിച്ചു തരുന്നത്? How, നോക്കൂ, how Antony uses, അല്ലെങ്കിൽ ആന്റണി use words, വാക്കുകൾ ഉപയോഗിക്കുന്നത്. How Antony use words to turn crowd, ജനങ്ങളെ ഒന്ന് മാറ്റി ചിന്തിക്കാൻ അല്ലെ? To turn crowd against, ആർക്കെതിരെ പറ? Conspirators and Brutus. മനസ്സിലാവുന്നുണ്ടോ? How Antony use words to turn crowd against conspirators and crowd എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ആ സ്റ്റാൻസനെ ബേസ് ചെയ്തുകൊണ്ടുണ്ടാവില്ലടാ, ആ സ്റ്റാൻസ ബേസ് ചെയ്തുകൊണ്ടുള്ള ആ എക്സ്പ്ലനേഷൻ എന്ത് അവിടെ കൊടുക്കുക അല്ലെ? നമ്മൾ അതിൽ ഓരോന്ന് പറയുന്നുണ്ട്. സീസർ എന്താണ്? നല്ല മനുഷ്യനാണ് അല്ലെ? ബട്ട് അഗ്രീയിങ് ആരെയാണ്? ബ്രൂട്ടസിനെ അഗ്രി ചെയ്തുകൊണ്ട് അല്ലെ? ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് അയാൾ എന്ത് ചെയ്യാണ്? ഐറണിക്കലി എന്താണ്? തിരിച്ചു പറയാണ് ചെയ്യുന്നത് അല്ലെ? ക്ലിയർ? അതൊക്കെ ഇവിടെ എഴുതി കൊടുക്കുക. ദ റൈമിംഗ് സ്കീം എഴുതി കൊടുക്കുക. അതിലില്ലെങ്കിൽ അത് എഴുതാൻ നിൽക്കണ്ട കേട്ടോ. റൈമിംഗ് വേർഡ്സ് ഉണ്ടെങ്കിൽ എഴുതി കൊടുക്കുക. ഇൻ ദ പോയിന്റ് വി ക്യാൻ സീ സം പോയറ്റിക് ഡിവൈസസ്. അലിട്രേഷൻ കാണാൻ പറ്റും, ഫെയ്ത്ത് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ ഉണ്ടാവില്ലേ? പേഴ്സോണിഫിക്കേഷൻ കാണാൻ പറ്റും. ജഡ്ജ്മെന്റ് എന്ന് പറയുന്ന സാധനങ്ങൾ ഉണ്ടാവില്ലേ? ആ പേഴ്സോണിഫിക്കേഷൻ എഴുതി കൊടുക്കുക. റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്താ റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്? ഉത്തരമില്ലാത്ത കുറെ ചോദ്യങ്ങളുണ്ട്. അതൊക്കെ എഴുതി വെക്കുക. ഇൻ വിച്ച് ആഡ് എ സ്പെഷ്യൽ ബ്യൂട്ടി ടു ദിസ് പോയം. അതൊക്കെ ഈ കവിതയ്ക്ക് ഒരു പ്രത്യേക ഭംഗി നൽകുന്നുണ്ട് എന്ന്. ദ പോം ഈസ് റിയലി റിച്ച് വിത്ത് വണ്ടർഫുൾ ഇമേജസ്. ഈ കവിതയിൽ നമുക്ക് ഒരുപാട് ഇമേജുകൾ കാണാൻ പറ്റും. വിഷ്വൽ ഇമേജ് കാണാൻ പറ്റുന്നത്. കോഫിൻ എന്നൊക്കെ പറയുന്നില്ലേ? ശവപ്പെട്ടി എന്നൊക്കെ പറയുന്നില്ലേ? അതിവിടെ കാണാൻ പറ്റുന്നതും കേൾക്കാൻ പറ്റുന്നതാണെന്ത്? ഓരോ ചോദ്യങ്ങളില്ലേ? റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കേൾക്കാൻ പറ്റും. അത് എഴുതി വെക്കുക. ഇങ്ങനെ എഴുതി വെച്ചാൽ നമുക്ക് 4 മാർക്കിലുള്ള പോർഷൻ ആയെങ്കിലും സാർ 6 മാർക്കിന് ചോദിച്ചാലോ പെടരുത്, കുടുങ്ങരുത്. നമ്മൾ എന്ത് ചെയ്യണം? ഇൻ ഷോർട്ട് വി ക്യാൻ സിംപ്ലി സേ ദാറ്റ്, ഇല്ലേ? നമുക്ക് പറയാൻ പറ്റും that the poem is really wonderful. ഈ കവിത മനോഹരമാണ് എന്നും and the style of writing expressed by the poet is amazing. കവി എഴുതി പിടിപ്പിച്ചിരിക്കുന്ന സ്റ്റൈൽ ഉണ്ടാവില്ലേ? അത് വേറെ ലെവലാണ്, അമേസിംഗ് ആണ് കേട്ടോ. The poet expresses his views, thoughts, feelings, ideas, emotions in a beautiful manner എന്ന് എഴുതി വെക്കുന്ന സമയത്ത് നമ്മുടെ അപ്രീസിയേഷൻ എന്തായി? സെറ്റായി. എഴുതി വെച്ചതുകൊണ്ട് ഇനി വേറെ പഠിക്കേണ്ട. അടുത്ത SSLCന്റെ പബ്ലിക് വരെ ഈ ഒരൊറ്റ സാധനം മതി. താങ്ക് യു വെരി മച്ച്.